ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുമി പ്ലാറ്റ്ഫോം. നമ്മൾ ബഡ്ജറ്റ് എന്നുള്ള യൂണിറ്റിൻ്റെ ലാസ്റ്റ് സെക്ഷനാണിത്. നമ്മൾ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ പോളിസിയും ഫിസിക്കൽ ഡെഫിസിറ്റും എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ്സാണ് നോക്കാൻ പോകുന്നത്. ഫിസിക്കൽ പോളിസി നിങ്ങൾ ഈ എൻ്റയർ ചാപ്റ്റർ അല്ലെങ്കിൽ എൻ്റയർ ബ്ലോക്കൊക്കെ ഡിസ്കസ് ചെയ്ത് വരുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ടേമാണ് ഫിസിക്കൽ പോളിസി എന്താണ്. അപ്പോൾ ചെറിയൊരു ഐഡിയ നമ്മൾ അപ്പോഴൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഫിസിക്കൽ പോളിസി, എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു ക്ലാസ്സാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നമ്മൾ ബഡ്ജറ്റ് എന്നുള്ള യൂണിറ്റിൽ നിന്ന് എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ധനക്കമ്മി എന്ന് പറയുന്നത്. ധനക്കമ്മി മലയാളത്തിൽ കമ്മി എന്ന് ഉദ്ദേശിച്ച് ഡെഫിസിറ്റ് കുറവ് എന്നുള്ളൊരു മീനിങ് വരുന്നതാണ്. സോ ഫിസിക്കൽ ഡെഫിസിറ്റ് മീൻ ദ ഷോർട്ടേജ് ഓഫ് മണി വെൻ ദ ഗവൺമെൻറ് സ്പെൻഡ് മോർ ദാൻ ഇറ്റ്സ് ഏൺ. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തതിൽ വെച്ചിട്ട് എന്താ പറയുക, നമ്മൾ രണ്ട് ടൈപ്പ് അൺബാലൻസ്ഡിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സർപ്ലസും പറഞ്ഞിരുന്നു, അതുപോലെ നമ്മൾ ഡെഫിസിറ്റും പറഞ്ഞിരുന്നു. അപ്പം അതിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ഈ പറയുന്ന ഡെഫിസിറ്റ് കാറ്റഗറിയിൽ നമ്മൾ വരുത്തുന്ന ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്നതാണ് നമ്മൾ എന്താ പറയുക, ഫിസിക്കൽ ഡെഫിസിറ്റ്. അതായത് മണി ഷോർട്ടേജ് വരിക, നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ എത്രയാണോ, കിട്ടുന്ന ഇൻകം ഇത്രയാണെങ്കിൽ നമ്മൾ നടത്തുന്ന എക്സ്പെൻഡിച്ചർ അതിനേക്കാളും വലുതാകുമ്പം ഇവിടെ എന്തുണ്ട്, ഒരു ഷോർട്ടേജ് വരുന്നുണ്ട്. ഒന്നും കൂടി ശരിക്കും വരയ്ക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ഇൻകം ഇത്രയാണെങ്കിൽ നമ്മൾ എന്ത്, അതിനേക്കാൾ വലിയൊരു എക്സ്പെൻഡിച്ചറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഷോർട്ടേജ് ഉണ്ടല്ലോ, ഈ ഒരു ഷോർട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയാം. ആ ഒരു എമൗണ്ട്, ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നാണ് നമ്മൾ പറയാം. സോ വൈ ഇറ്റ്സ് ഹാപ്പൻ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വെൻ ദ ഗവൺമെൻറ് ഇൻകം ഇസ് ലെസ് ആൻഡ് ഇറ്റ്സ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. സോ ഇത് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് ബിഗ് പ്രൊജക്ട്സ് ആണ്. നമ്മൾ വലിയ വലിയ പ്രൊജക്ട്സുകൾ, ഇപ്പം വലിയ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സുകൾ, ഹെൽത്ത് സംവിധാനങ്ങൾ, വലിയ ഹൈവേ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, വലിയൊരു മെട്രോ സിസ്റ്റം ഉണ്ടാക്കുന്നു. അങ്ങനെ വലിയ പ്രൊജക്ട്സുകൾ ഉണ്ടാക്കുമ്പം അവിടെ നമുക്കൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ടിൻ്റെ ആവശ്യം വരും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വരും, ആ എമൗണ്ടിൻ്റെ ആ ഡിഫറൻസ്, നേരത്തെ വരച്ച പോലെ ആ ഒരു ഡിഫറൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഡിഫറൻസ് ഇല്ലേ, ഓക്കെ. സോ ആ ഡിഫറൻസ് മൂലം നമുക്ക് എന്തുണ്ടാവുന്നു, ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സോ ഗിവിങ് ദ ഹെൽപ്പ് ടു പുവർ ഫാമേഴ്സ്, വർക്കേഴ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻ. അപ്പം ബിഗ് പ്രൊജക്ട്സ് ഒരു കാരണമാണ്. മറ്റൊന്നെന്താണ്, നമ്മൾ വീക്കർ സെക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ വൾനറബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള സൊസൈറ്റിയിലുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ചില രീതിയിൽ സ്കീമുകളോ ചില പ്രൊജക്റ്റുകളോ പ്രോഗ്രാംസൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് പല വെൽഫെയറും കൊടുക്കുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പോലെ വലിയൊരു ഡിഫറൻസ് അല്ലെങ്കിൽ വലിയൊരു ഷോർട്ടേജ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഷോർട്ടേജിനെ നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നോക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറ, ഈ ഡെഫിസിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഡെഫിസിറ്റ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് ഓവർകം ചെയ്യുക? സ്വാഭാവികമായിട്ട് നമ്മൾ ബോറോയിങ് നടത്തുമല്ലേ. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ബോറോയിങ്സ് ഒക്കെ നടത്തും, മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കടം വാങ്ങും എന്നുള്ളതാണ്. ഫ്രം ദ ക്യാപിറ്റൽ മാർക്കറ്റ്സ്, നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ബോണ്ട് വഴിയൊക്കെ നമ്മൾ നിന്നും കടമായിട്ട് വാങ്ങും. അതല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ നിന്ന് നമ്മൾ കടം വാങ്ങും, ഓക്കെ. അല്ലെങ്കിൽ നമ്മളെ സേവിങ്സ് എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറിയാം. സോ വാട്ട് ഡസ് ഇറ്റ് ഷോ? എങ്ങനെയാണ് ലാർജ് ഫിസിക്കൽ ഡെഫിസിറ്റ് എവറി ഇയർ മീൻസ് ദ ഗവൺമെൻറ് ഈസ് സ്പെൻഡിങ് മോർ ദാൻ ഇറ്റ് ക്യാൻ എഫേർട്ട്. അപ്പം ഒരു ഇയറിലോ ഒക്കെ സംഭവിക്കുന്നതൊക്കെ അതല്ല, റെഗുലറായിട്ട് എല്ലാ വർഷവും ഈ പറയുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ അർത്ഥം എന്താണ്, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് അവർ അഫോർഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്, അവരെ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അവരെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എക്കണോമിക്സ് വാച്ച് ഫിസിക്കൽ ഡെഫിസിറ്റ് ടു ചെക്ക് ഹൗ മച്ച് എക്സ്ട്രാ ഗവൺമെൻറ് ഈസ് സ്പെൻഡിങ്. അപ്പം എക്കണോമിക്സ് ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് എത്ര എമൗണ്ട് എക്സ്ട്രാ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് കണ്ടെത്താൻ നമ്മൾ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എടുത്ത് നോക്കി നമുക്ക് എന്ത് മനസ്സിലാവും,
ഗവൺമെൻറ് ഓരോ വർഷവും എത്ര എമൗണ്ട് എക്സ്ട്രാ സ്പെൻഡ് ചെയ്തു. ഓക്കെ, ഈ നമ്മുടെ ആഡം സ്മിത്തൊക്കെ പറയുന്നത് വളരെ റെലവൻ്റ് ആവുന്നത് ഇവിടെയാണ്. എല്ലാ വർഷവും ഗവൺമെൻറ് നിന്ന് ഈ പറയുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് ഇങ്ങനെ കൂട്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്, ഓക്കെയാണ്, വെൽഫെയർ ഉണ്ടാവുന്നുണ്ട്. അതേസമയം ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഇതിൽ എന്ത് ചെയ്യും? കറപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് ജനങ്ങളാണ് ഈ എമൗണ്ട് നമ്മളെന്ത് ചെയ്യുന്നത്? റീപേ ചെയ്യേണ്ടത്. ഓക്കെ, അതൊരു വലിയൊരു ഡ്രാസ്റ്റിക് സിറ്റുവേഷൻ, വലിയൊരു ഡിപ്രഷനിലോട്ട് പോകും. ഓക്കെ, അപ്പം നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നതിന് അർത്ഥം എന്താണ്? ഗവൺമെൻറ് എഫോർഡ് ചെയ്യുന്നതിനേക്കാൾ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഗവൺമെൻറ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പം നമ്മളിതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഏകദേശം ഫിസിക്കൽ ഡെഫിസിറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പം ഈ പോർഷനിൽ തന്നെ നമുക്ക് എന്ത് നൽകിയിട്ടുണ്ട്? ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്, ഗവൺമെൻറ് ഇൻകം എന്തൊക്കെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിന് സിമിലർ ആയിട്ടുള്ളതൊക്കെ നമ്മൾ എന്ത് മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ നമുക്ക് സ്പീഡിൽ നമുക്കൊന്ന് ഓടിച്ചു പോകാം. ദ ഗവൺമെൻറ് ഏൺസ് മണി ആൻഡ് ദെൻ സ്പെൻഡ് ഇറ്റ്. അറിയാം, ഗവൺമെൻറ് ഇൻകം ഏതൊക്കെയാണ് അഥവാ റവന്യൂ റെസീപ്റ്റ്സ് ഏതൊക്കെയാണ്? 2 മെയിൻ റിസോഴ്സസ് ആണ് നമുക്ക് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ടാക്സ് റവന്യൂസും നോൺ ടാക്സും ആണ്. നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടെങ്കിൽ ഇപ്പം ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻകം ടാക്സുകൾ, GSTകൾ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ നമ്മളിവിടെ എടുക്കുന്നില്ല. അപ്പം ടാക്സ് ഫ്രം യൂണിയൻ ടെറിട്ടറീസ്, കസ്റ്റംസ് ഡ്യൂട്ടീസ്, ഇമ്പോർട്ടും എക്സ്പോർട്ടും വരും, എക്സൈസ് ഡ്യൂട്ടീസ്, ദെൻ എന്താണ് കോർപ്പറേഷൻ ടാക്സസ്. അപ്പം ഈ ടാക്സുകളൊക്കെ ടാക്സ് റവന്യൂസ് പെടുന്നതാണ്. ഇനി വരികയാണെങ്കിൽ നോൺ ടാക്സ് റവന്യൂസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ഇൻട്രസ്റ്റ് ഫ്രം ദ ലോൺ. നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്ന ലോണുകൾ ഉണ്ടാകും, അതിൻ്റെ ഇൻട്രസ്റ്റുകൾ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ഡിവിഡൻസ് ഫ്രം ദ പബ്ലിക് സെക്ടർ കമ്പനീസ്. നമ്മളെ ഇന്ത്യൻ റെയിൽവേ എന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഗവൺമെൻറ്റിന് കിട്ടുന്ന ഫണ്ടുകൾ, പ്രോഫിറ്റുകൾ. സോ റെസീപ്റ്റ്സ് ഫ്രം ദ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് കിട്ടുന്ന റെസീപ്റ്റ്സ്. ഗ്രാൻഡ് ഫ്രം ദ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ നമുക്ക് ഗ്രാൻഡ് കിട്ടാം. അപ്പോൾ അതും എന്ത് ചെയ്യും? നമ്മൾ നോൺ ടാക്സ് റവന്യൂസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ദെൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നോക്കാം. എന്തൊക്കെയാണ് ടോട്ടൽ സ്പെൻഡിങ്സ് എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ബിൽഡിങ്ങുകളും റോഡുകളും ബ്രിഡ്ജുകളും മറ്റ് മെട്രോകളും മറ്റ് എന്താ പറയുക ഹൈവേസും എല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പേയിങ് സാലറീസ്, റണ്ണിങ് ഓഫീസസ്, ഇതൊക്കെ നമ്മളിൽ നിന്നും റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ റെഗുലർ പെൻഷൻ നൽകുന്നു, അവർക്ക് PF നൽകുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, നമ്മൾ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ലോണുകളുണ്ടാവും. ആ ലോണുകൾക്ക് എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് റീപേ ചെയ്യണം, ഇൻട്രസ്റ്റ് നൽകണം. ഓക്കെ, ഗ്രാൻഡ് ഇൻ എയ്ഡ്, മണി ഗിവ് ടു ദ സ്റ്റേറ്റ്സ് ഓർഗനൈസേഷൻ ടു ക്രിയേറ്റ് ദ അസറ്റ്സ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ് അവരുടെ ലോക്കൽ ഗവൺമെൻറ്റിനൊക്കെ എന്ത് നൽകുന്നുണ്ട്? ഈ പറയുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡുകൾ നൽകുന്നു. ഒരു ഫണ്ട്, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ അസറ്റുകൾ രൂപീകരിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട് നൽകും. ആ ഫണ്ടുകൾ എവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? ഈ പറയുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഉൾപ്പെടുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ടെക്സ്റ്റ് ബുക്ക് നൽകിയതുകൊണ്ടാണ് അപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്, ഫിസിക്കൽ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് നമ്മൾ നോക്കും. ഏതൊക്കെയാണ്? റവന്യൂ ടോട്ടൽ എടുക്കും. അതുപോലെ ടോട്ടൽ ഗവൺമെൻറ് റവന്യൂ എത്രയാണെന്ന് നോക്കും. അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നോക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ രണ്ടിനും കൂടി എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നോക്കും. ഈ ടോട്ടൽ ഇൻകം എടുക്കുമ്പം നമ്മളവിടെ എക്സ്ക്ലൂഡിങ് ദ ബോറോയിങ്സ് ആണ്. ബോറോയിങ്സ് നമ്മളവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഇൻകം എടുക്കുമ്പോൾ അവിടെ ബോറോയിങ്സ് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. മറിച്ച് എല്ലാ ലോൺ റിക്കവറി, റവന്യൂ, നോൺ റവന്യൂ റെസിപ്റ്റ്സ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ ബോറോയിങ്സ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കടമായിട്ട് എടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് പ്രോപ്പർ ഇൻകമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം അതിന് നമ്മൾ പിന്നീട് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് നൽകണം. അപ്പോൾ പിന്നീട് അത് ഒരു എക്സ്പെൻഡിച്ചർ രൂപത്തിലേക്കായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ
എനിക്ക് ഒരു ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? ഒരു 1200 CR. നമ്മൾ കുറേ ആയി CR കണക്ക് പറഞ്ഞിട്ടില്ല. ഇവിടെ ടോട്ടൽ ഇൻകം പറയുന്നത് വെറും 1000 CR, 1000. സോ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് 1000 ടോട്ടൽ ഇൻകം 200 CR ആണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളെ ഫിസിക്കൽ ഡെഫിസിറ്റ്. ഈ ഡിഫറൻസിനെയാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമല്ല, ഈ ഡിഫറൻസിനെയാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എക്സ്പെൻഡിച്ചർ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ടുള്ള ഈ എമൗണ്ട് നമ്മൾ ഇവിടെ ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇൻകം എന്താണ്? കുറവാണ്. അപ്പോൾ ഇൻകം രണ്ടാമത് ഇടുന്നു. അപ്പം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഫിസിക്കൽ ഡെഫിസിറ്റ് നിങ്ങൾക്ക് സിമ്പിളാണ്. ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് ഗവൺമെൻറ് ഏൺസ് ആൻഡ് വാട്ട് ഇറ്റ് സ്പെൻഡ്. ഇത് തമ്മിലുള്ള ഗ്യാപ്പാണ് എന്ന് മനസ്സിലായി. ഇതൊക്കെ വളരെ ഓക്കെയാണ്. ദിസ് ബോറോയിങ്സ് ഡൺ ടു കവർ ദ എക്സ്ട്രാ സ്പെൻഡിങ് വെൻ ദ ഗവൺമെൻറ് ഈസ് നോട്ട് ഇനഫ്. അപ്പോൾ ഈ എക്സ്ട്രാ സ്പെൻഡിങ് എവിടെയാണ് എന്നുള്ളതൊക്കെ നോക്കാം നമുക്ക്. ബോറോയിങ്സ് ആർ നോട്ട് കൗണ്ടഡ് ആസ് പാർട്ട് ഓഫ് ദ ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂവിൽ നമ്മൾ എന്തില്ല, ഈ പറയുന്ന ബോറോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നോക്കാം. എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് റിയൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കൂട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനുള്ളതാ നമുക്ക് ഇവിടെ നോക്കൂ, ഒരു ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ഒരു കൺട്രി എന്ത് ചെയ്യുന്നു, അതിൻ്റെ GDP എന്ന് പറയുന്നത് 200 CR ആണ് വരുന്നത്. സോ ഗവൺമെൻറ് ടോട്ടൽ എന്താണ് എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് എക്സ്ട്രാ വരുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മോർ ദാൻ ഇൻകം, അതായത് ഇൻകത്തിനേക്കാൾ എന്ത് ചെയ്യണം, ഒരു 20 lakh CR അല്ല, ഇവിടെ എന്താണ് 200 lakhs ആണ്, ക്രോറിൽ നമ്മൾ വരുന്നു. ഇവിടെ വെറും 20 lakh ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത്ര നോക്കിയാൽ മതി. CR ആക്കിയോ, ലാക്ക് മാറ്റിയിട്ട് CR ആക്കിക്കോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഈസിയായി. ഓക്കെ, 200 CR 20 CR. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് വേണം, ഈ 200 CRൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കണ്ട എത്ര GDPയുടെ എത്ര പെർസെൻറ്റേജ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നാണ് നമുക്ക് ജസ്റ്റ് കാണാം. ഫിസിക്കൽ ഡെഫിസിറ്റ് നമുക്ക് മനസ്സിലായി എത്രയാണ്, 200 CR ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ജസ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു 100 കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു പെർസെൻറ്റേജ് കിട്ടും. എത്ര, ജസ്റ്റ് 10% ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക എന്ന് മനസ്സിലാവും. പെർസെൻറ്റേജ് കാണാനൊന്നും നിങ്ങളോട് ചോദിക്കില്ല, ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ടോട്ടൽ നമ്മൾ എന്താ പറയുക, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ ഉണ്ടല്ലോ അത് കൂടുതലായി നിൽക്കുകയും ടോട്ടൽ ഇൻകം എന്തായിരിക്കും, കുറവായി നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് പറയുക, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ എമൗണ്ട് ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് GDPയിൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്, ഈ എത്രയാണോ നമുക്കുള്ള ഈ ഡിഫറൻസ്, ഇതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഈ ഡിഫറൻസിന് നമ്മൾ എന്ത് ചെയ്യും, അതുകൊണ്ട് ടോട്ടൽ GDPയെ കൊണ്ട് എന്ത് ചെയ്യും, ഹരിച്ചിട്ട് ഇൻറ്റു 100 ചെയ്ത് നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. നമുക്കൊരു സംഖ്യയുടെ പെർസെൻറ്റേജ് കാണാൻ ആ സംഖ്യ അതിൻ്റെ ടോട്ടൽ എത്രയാണോ എമൗണ്ട് അതിൻ്റെ ടോട്ടൽ എടുക്കും, ഇൻറ്റു 100 ചെയ്ത് നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കാണാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് കാണാം. പെർസെൻറ്റേജ് എത്ര, ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്, അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ എത്രയാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, എങ്ങനെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാവാം. പറയാനത്രേ ഉള്ളൂ. എന്തെന്നു, ഇൻകം കുറവും എക്സ്പെൻസ് റെഗുലർ എക്സ്പെൻസ് കൂടുതലുമാവുന്ന സിറ്റുവേഷൻ. നമുക്ക് കിട്ടുന്ന ഇൻകം, ജനങ്ങളിലൊന്നും ഇൻകം ഇല്ല, അവർ വളരെ ദയനീയമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ടാക്സ് വലിയൊരു എമൗണ്ട് ടാക്സ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പം ഒരു ഡെവലപ്പിംഗ് കൺട്രി അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ വളരെ ദയനീയമായിരിക്കും. അവിടെ പോയിട്ട് വലിയൊരു എമൗണ്ട് ഹ്യൂജ് ടാക്സ് പിരിച്ച് വലിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പോസിബിൾ ആയിരിക്കില്ല. ടാക്സ് എത്ര ഫോഴ്സ്ഫുൾ ആയാലും കയ്യിൽ പണം ഉണ്ടായാലല്ലേ ജനങ്ങൾ അടയ്ക്കുള്ളൂ. അതുപോലെ ബിഗ് എക്സ്പെൻഡിച്ചറുകൾ വന്നേക്കാം, അതായത് സ്പെൻഡിങ് ലോങ് ടേം തിങ്സ് ലൈക്ക് ബിൽഡിങ്സ്, ഫാക്ടറീസ്, നമ്മളെ റോഡ്, ഹൈവേസ്, മെട്രോസ്,
അങ്ങനെ വലിയ വലിയ ആയിട്ടുള്ള ബിഗ് എക്സ്പെൻഡിച്ചർ വന്നാൽ അതെന്ത് ചെയ്യും, നമുക്ക് ഇതിനെ ബാധിക്കുമെന്നുള്ള. ടു കവർ ദിസ് ഗ്യാപ്പ് ദ ഗവൺമെൻറ് ബോറോ മണി. അങ്ങനെ അപ്പോൾ ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ബോറോ ചെയ്യുന്നു. ഇത് ഈസിയാണ്, ഇത് വളരെ ഈസിയാണ്. ബോറോയിങ് ഫ്രം ദ സെൻട്രൽ ബാങ്കിൽ നിന്നും ട്രഷറിയിൽ നിന്നും ബോറോ ചെയ്യുന്നു. അപ്പോൾ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ഫോർമുല ഡെഫിസിറ്റിൻ്റെ സിമ്പിൾ ഫോർമുലാസ് ഏതൊക്കെയാണ്? പലതരം ഡെഫിസിറ്റുകളുണ്ട്. ഒന്ന് ഫിസിക്കൽ ഡെഫിസിറ്റാണ്, മറ്റൊന്ന് ബഡ്ജറ്റ് ഡെഫിസിറ്റാണ്, റവന്യൂ ഡെഫിസിറ്റാണ്, പ്രൈമറി ഡെഫിസിറ്റാണ്. ഇത് ഓരോന്നിനും നോക്കൂ. ഫിസിക്കൽ ഡെഫിസിറ്റ് കാണാനുള്ളത് നമ്മൾ നോക്കി. എങ്ങനെയാണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ, നമ്മൾ എക്സ്പെൻഡിച്ചറിൽ നിന്ന് എന്ത് റെസിപ്റ്റ് കുറയ്ക്കുന്നു. അപ്പോൾ എക്സ്പെൻഡിച്ചർ ആയിരിക്കും കൂടുതൽ, അത് റെസിപ്റ്റ് കുറയ്ക്കുന്നു. ഇനി ബഡ്ജറ്റ് ഡെഫിസിറ്റ് കാണാൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഇതിൻ്റെയൊക്കെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് ടോട്ടൽ റവന്യൂ, ഇവിടെയൊക്കെ ഒരു എന്താണ് ടോട്ടൽ എന്ന് വെച്ചാൽ മറ്റ് ഒരു സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത് ടോട്ടലായിട്ട് നോക്കുന്നു. രണ്ടും സിമിലർ ആണ്. ഇവിടെ എക്സ്ക്ലൂഡിങ് ബോറോയിങ് ആണ്. ഇവിടെ ആ ബോറോയിങ് എക്സ്ക്ലൂഡിങ് ഒന്നും ഇല്ല ഇവിടെ. സോ റവന്യൂ ഡെഫിസിറ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ടോട്ടൽ റവന്യൂ റെസീപ്റ്റ്സ്, ഇവിടെ സ്പെസിഫിക്കലി റവന്യൂ എന്ന് ചോദിച്ചതുകൊണ്ട് തന്നെ ഇവിടെ റവന്യൂ മാത്രം നമ്മൾ കണക്കാക്കുന്നു. എന്താണ് പ്രൈമറി ഡെഫിസിറ്റ് പറഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകൾ കുറയ്ക്കുന്നതാണ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകൾ കുറയ്ക്കുന്നതാണ്. അപ്പം ഇങ്ങനെ 4 ടൈപ്പ് ഡെഫിസിറ്റുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ എന്താണ് ഒരു ഇക്വേഷൻസ് നോക്കി വെക്കുക. ആദ്യത്തെ രണ്ടും സിമിലർ ആണ്, അതിന് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ് മാത്രമാണ്. റവന്യൂലേഴ്സ് വരുമ്പോൾ വളരെ ഈസിയാണ്. റവന്യൂ ആയതുകൊണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസീപ്റ്റ്സും എന്ത് ചെയ്യാൽ മതി, ഡിഫറൻസ് കണ്ടാൽ മതി. പ്രൈമറിയിലോട്ട് വരുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ്, ഈ കണ്ട ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറയ്ക്കുന്നു. ഈസിയാണല്ലോ, ഈസിയാണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഷോ ദ ഹൗ മച്ച് എമൗണ്ട് ഗവൺമെൻറ് നീഡ് ടു ബോറോ ഇൻ എ ഇയർ. എത്ര എമൗണ്ട് ബോറോ ചെയ്യണം. ഇങ്ങനെ ഫിസിക്കൽ ഡെഫിസിറ്റ് കണ്ടെത്തുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഗവൺമെൻറ്റിന് എത്ര എമൗണ്ട് ബോറോ ചെയ്യണം. അപ്പോൾ ആദ്യം ബഡ്ജറ്റ് രൂപീകരിക്കുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ കണ്ടെത്തുകയാണെങ്കിൽ ഗവൺമെൻറ് ആദ്യം പ്രിപ്പയർഡ് ആയിരിക്കുക, എത്ര എമൗണ്ട് ബോറോ ചെയ്യാമെന്നുള്ളത് ഗവൺമെൻറ്റിന് ആദ്യം പ്രിപ്പയർ ചെയ്ത് നിൽക്കാമെന്നുള്ളതാണ്. ഇഫ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ഈസ് ബിഗ്, it means government has to borrow more. The size of physical deficit tells how much extra spending the government is doing without having enough income. നമ്മളെ കൈമിൽ ഇനഫായിട്ടുള്ള ഇൻകം ഇല്ലാതെ നമ്മൾ എത്ര ഇൻകം അല്ല എത്ര എക്സ്പെൻഡിച്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മളെ കയ്യിൽ ഫണ്ടില്ലാതെ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ആക്ടിവിറ്റീസ് നമ്മൾ പലപ്പോഴും പല ഔട്ട്സോഴ്സിങ്, പല പുറത്തുനിന്നുള്ള പല കൺട്രീസിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കടം വാങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവുക. സോ ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് സിമ്പിളായിട്ട് എന്തേ ഉള്ളൂ? ഈ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ ബോറോയിങ്സ് എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു? കിട്ടുന്ന ഇൻകത്തേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പെൻഡിച്ചർ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ അവിടെ ഓക്കെ ആണോ? ഫിസിക്കൽ ഡെഫിസിറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ പോളിസി എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് പോവാം. ഫിസിക്കൽ പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ തുടക്കം മുതലേ ഈ യൂണിറ്റിൻ്റെ പല ഭാഗത്തും നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമ്പം അവിടെ പലപ്പോഴായിട്ട് നമ്മൾ എന്തുണ്ട്? ഫിസിക്കൽ പോളിസി, ഫിസിക്കൽ പോളിസി എന്ന് പറയുന്ന ഫിസിക്കൽ പോളിസി എന്താണ്? ഫിസിക്കൽ പോളിസി. അപ്പോൾ ഈ ഫിസിക്കൽ പോളിസിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു തവണ നമ്മൾ അതിന് വിശദമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. എങ്കിൽ കൂടെ നമ്മൾ ഇപ്പോൾ സ്പെസിഫിക്കലി നമ്മൾ പറയുന്നു, ഗവൺമെൻറ്റിന് അവരുടെ എന്താ പറയുക, ഈ പറയുന്ന എക്കണോമി കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ്റിനും സെൻട്രൽ ബാങ്കിനും അവർക്ക് കൺട്രോൾ ചെയ്യാൻ ദ ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ബാങ്ക് യൂസ് ടു മെയിൻ ടൂൾസ് ടു മാനേജ് ദ എക്കണോമി കൺട്രോൾ ചെയ്യാൻ അവരുടെ കയ്യിലുള്ള 2 ടൂളുകളുണ്ട്. ആ 2 ടൂളുകളിലും ഒന്ന് സെൻട്രൽ ബാങ്കിനും ഒന്ന് ഗവൺമെൻറ്റിനുമാണുള്ളത്. നോക്കുക, അതായത് മോണിറ്ററി പോളിസി വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മോണിറ്ററി പോളിസി ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോണിറ്ററി പോളിസി ആർക്കാണ്? സെൻട്രൽ ബാങ്കാണ് മോണിറ്ററി പോളിസി എന്ത് ചെയ്യുക? ഈ പറയുന്ന എക്കണോമിയെ കൺട്രോൾ ചെയ്യാനുള്ള മോണിറ്ററി പോളിസികൾ ആരാണ് കൈകാര്യം ചെയ്യുക? സെൻട്രൽ ബാങ്കാണ്, RBI. ഓക്കെ. അതേസമയം ഫിസിക്കൽ പോളിസി
ഈ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ആരായിരിക്കും കൺട്രോൾ ചെയ്യുക? നമ്മളെ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അതായത് നമ്മളെ റൂളിംഗ് പാർട്ടീസൊക്കെ ഉള്ള ഗവൺമെൻറ്, പാർലമെൻറ്റ് ഇവരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫിസിക്കൽ പോളിസി ഡിറ്റർമൈൻ ചെയ്യാം. ഇത് രണ്ടും എന്തിനുള്ളതാണ്? എക്കണോമി കൺട്രോൾ ചെയ്യാനുള്ള ഒന്നാണ് ഇവ രണ്ടും. ഓക്കെ, ഇവ രണ്ടും എന്തിനുള്ളതാണ്? എക്കണോമി കൺട്രോൾ ചെയ്യാനുള്ള ഒന്നതാണ്. അപ്പം ഒന്ന് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഒന്ന് സെൻട്രൽ ബാങ്ക് ആണെങ്കിൽ മറ്റൊന്ന് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഗവൺമെൻറ്. അപ്പോൾ ഫിസിക്കൽ പോളിസി ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്? ഫിസിക്കൽ പോളിസി എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. സോ ദ ഫിസിക്കൽ പോളിസി മീൻസ് ദ പ്ലാൻസ് ആൻഡ് ആക്ഷൻ ബൈ ദ ഗവൺമെൻറ് ടു കൺട്രോൾ ദ ഓർ ഇൻഫ്ലുവൻസ് ദ എക്കണോമി. അത് ധനനയം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാം. അപ്പോൾ എക്കണോമിയുടെ ഈ പറയുന്ന, ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റുകൾ, ടാക്സുകൾ, എത്ര സ്പെൻഡ് ചെയ്യണം, എത്ര ബോറോ ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ടാക്സ് എത്ര ടാക്സ് വരണമെന്നുള്ളത് RBI തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സംബന്ധമായ കാര്യങ്ങൾ, സ്പെൻഡിങ്, ബോറോയിങ്സ്, എത്ര നമ്മൾ കടം വാങ്ങണം, ഇതൊക്കെ ആരാണ് തീരുമാനിക്കുക? നമ്മുടെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക. അപ്പോൾ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യും? ഇത് തീരുമാനിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫിസിക്കൽ പോളിസി അറിഞ്ഞൊരു സാധനം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഫിസിക്കൽ പോളിസി എക്സ്പാൻഷൻ ആണോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഈ പറയുന്ന ഇതൊക്കെ തീരുമാനിക്കുക. അപ്പം എക്കണോമിയെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ പറയുന്ന റിസപ്ഷനും നമ്മളെ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനൊക്കെ വരുന്ന സമയത്ത് RBI എന്ത് ചെയ്യും? അവരുടെ മോണിറ്ററി പോളിസികൾ വെച്ചിട്ട് എക്കണോമി കൺട്രോൾ ചെയ്യുമ്പം ഗവൺമെൻറ് ഈ പറയുന്ന ഫിസിക്കൽ പോളിസി വെച്ചിട്ട് എന്ത് ചെയ്യും? എക്കണോമിയെ കൺട്രോൾ ചെയ്യും. അപ്പം ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്ന് എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ പോളിസി മീൻസ് ദ പ്ലാൻസ് ആൻഡ് ആക്ഷൻസ് ബൈ ദ ഗവൺമെൻറ് ടു കൺട്രോൾ ദ എക്കണോമി. ത്രൂ എന്താണ്? കൺട്രോളിങ് എക്കണോമി ത്രൂ ദ ഗവൺമെൻറ് ബഡ്ജറ്റ്, ടാക്സസ്, സ്പെൻഡിങ് ആൻഡ് ബോറോയിങ്സ്. ഈ നാലെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കിങ്ങനെ പറയാം, ഫിസിക്കൽ പോളിസി ഈസ് അബൌട്ട് ഹൗ ദ ഗവൺമെൻറ് കളക്ട് ദ മണി ആൻഡ് ഹൗ ടു സ്പെൻഡ് ദ മണി ടു ഗൈഡ് ദ എക്കണോമി. ഇപ്പോൾ എങ്ങനെ കളക്ട് ചെയ്യുന്നു, എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതുവരെ ബഡ്ജറ്റിനൊക്കെ പറഞ്ഞ അതേ സ്റ്റാൻഡാണ്. കീ ടൂൾ ടു യൂസ് ഫിസിക്കൽ പോളിസി ആർ ദ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്, ഗവൺമെൻറ് ബഡ്ജറ്റ്. ഇതൊക്കെ കീ ടൂൾസാണ്. നമ്മൾ ഫിസിക്കൽ എന്താണ് പോളിസിയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ടൂളുകളാണ്. പബ്ലിക് റവന്യൂ, ജനങ്ങളിൽ നിന്ന് എത്ര നമുക്ക് എന്ത് ചെയ്യാം? റവന്യൂ എടുക്കാം, ടാക്സ് എടുക്കാം. പബ്ലിക് എക്സ്പെൻഡിച്ചർ, അവർക്ക് എത്ര കൊടുക്കണം, കൂടുതൽ കൊടുക്കണോ, കുറവ് കൊടുക്കണോ. പബ്ലിക് ഡെപ്റ്റ്, ജനങ്ങളുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തുനിന്ന് അവിടെ നിന്ന് കടം വാങ്ങുന്നു, അത് സംബന്ധിച്ച്. ഗവൺമെൻറ് ബഡ്ജറ്റിൽ എത്ര ടാക്സ് ഉൾപ്പെടുത്തുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഡ്യൂറിങ് ദ COVID-19 പാൻഡമിക് പീരീഡ് മെനി ഗവൺമെൻറ് യൂസ് ടു എക്സ്പാൻഷൻ ഫിസിക്കൽ പോളിസി. എക്സ്പാൻഷനറി പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫിസിക്കൽ പോളിസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദേ സ്പെൻഡ് മോർ മണി ആൻഡ് ഗവ് സപ്പോർട്ട് ടു ദ പീപ്പിൾ ആൻഡ് ബിസിനസ് ടു പ്രൊട്ടക്ട് ദ എക്കണോമി. അപ്പോൾ എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി എന്താണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. എങ്ങനെയാണ് കോവിഡ് സമയത്ത് മൊത്തത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്തു? മോർ സ്പെൻഡിങ്ങും, ജനങ്ങളിലെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മോർ സ്പെൻഡിങ് ചെയ്തു, ഒരുപാട് സ്പെൻഡിങ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടുകൾ നൽകി എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് ഒന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഉദാഹരണം നോക്കാം. അപ്പം എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടില്ലേ? അപ്പം ഗ്രേറ്റ് ഡിപ്രഷൻ എപ്പോഴും ഒരു എക്സാമ്പിളാണ്. ഈ ഫിസിക്കൽ പോളിസി നോക്കുമ്പോൾ വളരെ നല്ലൊരു എക്സാമ്പിളാണ്. അപ്പം 1930s യുണൈറ്റഡ് നേഷനിൽ എന്തുണ്ടായി? ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് പറയാറ്. സോ അൺഎംപ്ലോയ്മെൻറ്റ് റോസ് ടു ദ 25%, 25% ആയിട്ട് എന്ത് ചെയ്തു? അത് കൂടി. ആൻഡ് മില്യൺ ഓഫ് പീപ്പിൾ ഹാഡ് നോ ഫുഡ് ആൻഡ് ജോബ്. നോക്കണം, ഒരു ഡെവലപ്ഡ് കൺട്രി ആയിരുന്നു. അതായത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ ആ കാലഘട്ടത്തിലാണ് അത്രയും ഡെവലപ്ഡ് ആയിട്ട് അത്രയും ഫിനാൻഷ്യലി നല്ല ഫിറ്റായിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു. പക്ഷെ അവർക്ക് എന്ത് ചെയ്തു? ഈ പറയുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ സംഭവിച്ചു. അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വർദ്ധിച്ചു.
അവിടുത്തെ ഫുഡ് കിട്ടുന്നില്ല, അങ്ങനെ വളരെ ഒരു പത്തറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. സോ ഈ സിറ്റുവേഷനിൽ ദ സിറ്റുവേഷൻ വാസ് വെരി സീരിയസ് ആൻഡ് ലാസ്റ്റഡ് ഫോർ ഇയേഴ്സ്. ആ സമയത്ത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഡിസൈഡ് ടു ആക്ട് ബൈ യൂസിങ് എ എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി. ആ സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ റൂസ്വെൽറ്റ് എന്ത് ചെയ്തു, ഒരു ഡിസിഷൻ എടുത്തു. എന്തായിരുന്നു അന്നേരം അദ്ദേഹം എന്ത് ചെയ്തു, എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി മുന്നോട്ട് വെച്ചു. എന്നിട്ട് എന്താണ് എക്സ്പാൻഷനറി, നമ്മൾ COVID-19 സമയത്ത് നമ്മൾ കണ്ടതുപോലെ എന്ത് ചെയ്തു, ഒരു സപ്പോർട്ട് കൊടുക്കുക, ജനങ്ങൾക്ക് സപ്പോർട്ട് നൽകുക, കൂടുതൽ സ്പെൻഡിങ് വരിക, വെൽഫെയർ ആക്ടിവിറ്റീസിലൊക്കെ മുന്നോട്ട് വരിക. സോ ഹി ഇൻട്രൊഡ്യൂസ്ഡ് പ്ലാൻ കോൾഡ് ന്യൂ ഡീൽ. മനസ്സിലാക്കി വെക്കണം. ന്യൂ ഡീൽ എന്ന് വെച്ചാൽ അതുവരെ നമ്മളെ ഈ പറയുന്ന USA എന്ത് ചെയ്തിരുന്നു, അവരൊരു ലേസസ് ഫെയർ സിദ്ധാന്തമായിരുന്നു മുന്നോട്ട് വെച്ചത്. അത് ഗവൺമെൻറ് ഒരു രീതിയിലും എന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ്മെൻ്റ് ഒന്നും നടത്തുന്നില്ല. നമ്മൾ മാർക്കറ്റിൽ ഇൻവോൾവ്മെൻ്റ് ഒന്നും നടത്താതെ ഒരു പോലീസ് സ്റ്റേറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന പോലെ. ഓക്കെ, അപ്പം അതിൽ നിന്ന് മാറി എന്ത് ചെയ്തു, നമ്മളെ ഗവൺമെൻറ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവർ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, പല വെൽഫെയർ ആക്ടിവിറ്റീസ് നൽകാൻ തുടങ്ങി. അതിനെയാണ് ഒരു ന്യൂ ഡീൽ എന്നുള്ള രീതിയിലായിരുന്നു അത് അവതരിപ്പിച്ചത്. ന്യൂ ഡീൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു, ന്യൂ ഗവൺമെൻറ് ഏജൻസീസ്, ഗവൺമെൻറ് എല്ലാ മേഖലകളിലും പുതിയ ഏജൻസീസ് കൊണ്ടുവന്നു. ഹെൽത്തിൽ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നു. അങ്ങനെ പല സംവിധാനങ്ങൾ, പല കൺട്രോളുകളും കൊണ്ടുവന്നു. സോ ഗവൺമെൻറ് പ്രോഗ്രസ് അഡ്മിനിസ്ട്രേഷൻസ് WPA ടു ഗിവ് പീപ്പിൾ ജോബ്സ്. ഗവൺമെൻറ് ജനങ്ങൾക്ക് ജോലി നൽകാനുള്ള ഒരു WPA എന്ന് പറയുന്നത് വർക്ക്സ് പ്രോഗ്രസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കി. സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്, ചില സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നു. സോ ഇതൊക്കെ എന്താണ്, ഒരു ന്യൂ ഡീലിൻ്റെ ഭാഗമായിരുന്നു. ഇതൊന്നും അമേരിക്ക അതുവരെ ചെയ്യാത്ത ഒന്നായിരുന്നു. എന്നാൽ അമേരിക്ക എന്ത് ചെയ്തു, ആ കാലഘട്ടത്തിൽ പുതിയതായിട്ടൊരു ഇനീഷ്യേറ്റീവ് പോലെ ആ ഡിപ്രഷൻ്റെ കാലഘട്ടത്തിൽ ദേ ഫോഴ്സ്ഡ് ഡു, നമ്മളെയല്ലോ അവിടെ നിർബന്ധിതരായി, അവരത് ചെയ്യാൻ എന്ത് ചെയ്തു, നിർബന്ധിതരായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. So these steps increase the government spending and help improve the economy. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടി, എക്കണോമി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തി. അപ്പം വേൾഡ് വാറിന് ശേഷം ലേറ്റർ ഡ്യൂറിങ് ദ വേൾഡ് വാർ 2 ഫർദർ സ്പെൻഡിങ് ഹെൽപ്ഡ് ഫുള്ളി ബ്രിങ്ങിങ് ദ US ഔട്ട് ഓഫ് ദ ഡിപ്രഷൻ. അപ്പോൾ ഈ ഡിസിഷനും അവർ വേൾഡ് വാർ 2 ഒക്കെ കഴിഞ്ഞോടുകൂടി ഈ ഡിപ്രഷനിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു വരാൻ എന്ത് ചെയ്തു, അമേരിക്ക ഇത് സഹായിച്ചു എന്നുള്ളതാണ്. അതേസമയം കൈനീഷ്യൻ ഐഡിയ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ബിഫോർ 1930s മോസ്റ്റ് കൺട്രീസ് ഫോളോഡ് ദ ലേസസ് ഫെയർ സപ്പോർട്ട്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്രോച്ച് മീനിങ് ദ ഗവൺമെൻറ് ഡിഡ് നോട്ട് ഇൻ്റർഫെയർ മച്ച് ഇൻ ദ എക്കണോമി. ദ ഗവൺമെൻറ് ബിലീവ്ഡ് ദ കീപ്പിംഗ് ദ ബാലൻസ്ഡ് ബഡ്ജറ്റ്, സ്പെൻഡിങ് ഓൺലി ആസ് മച്ച് ആസ് കളക്റ്റഡ് ആൻഡ് റവന്യൂ. ഒരു മിനിമം ലെവലിൽ പോകലായിരുന്നു മുൻകാലങ്ങളിൽ. But during the Great Depression, 1920s unemployment crisis in the Britain, this approach failed to solve the economic problems. അപ്പം അതിനു മുമ്പ് വരെയൊക്കെ ഈ പറഞ്ഞു നിന്ന ആളുകൾ എന്തായിരുന്നു, കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വേണ്ട, കിട്ടുന്ന എമൗണ്ട് വെച്ച് സ്പെൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഈ പറയുന്ന ഗ്രേറ്റ് ഡിപ്രഷനും അതുപോലെ നമ്മളെ ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന 1920s വന്നിരുന്ന അവിടുത്തെ ഡിപ്രഷൻ, ബ്രിട്ടൻ്റെ, അപ്പം ഇതുമൂലമൊക്കെ എന്ത് സംഭവിച്ചു, അവർ ഡിസിഷൻസ് മാറ്റി. ആഫ്റ്റർ ദ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആൻഡ് റൈസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, എക്കണോമിസ്റ്റ് ആൻഡ് പോളിസി മേക്കേഴ്സ് ഫെൽറ്റ് ദ ഗവൺമെൻറ് മസ്റ്റ് ഡു മോർ. അപ്പം ഇങ്ങനെയൊരു ക്രൈസിസ് വന്നപ്പോൾ, ഈ പറയുന്ന ഡിപ്രഷൻ വന്നപ്പോൾ എക്കണോമിസ്റ്റ് എന്ത് ചിന്തിച്ചു, ഗവൺമെൻറ് ഇൻവോൾവ്മെൻറ്റ് വേണം, ഗവൺമെൻറ് ന്യൂ ഡീൽ പോലുള്ള പദ്ധതികൾ വേണം, ഹെൽത്ത് കെയറും എംപ്ലോയ്മെൻറ്റും എൻഷുർ ചെയ്യണം, ഗവൺമെൻറ് എൻഷുർ ചെയ്യണം എന്നുള്ള ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങി. സോ അപ്പോൾ കൈനീസ് എന്ത് പറയുന്നു, ഈ ഫേമസ് എക്കണോമിസ്റ്റ് ഗേവ് ദ ന്യൂ ഐഡിയ ഡ്യൂറിങ് ദിസ് ടൈം. ഈ ആർഗ്യൂഡ് ദ ഫിസിക്കൽ പോളിസി ഷുഡ് ബി യൂസ് ടു ആക്റ്റീവ്ലി മാനേജ് ദ എക്കണോമി. അപ്പോൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൈനീസ് ആണ് ഈ സമയത്ത് മുന്നോട്ട് കൊണ്ടുവന്നത്, ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ പ്രൊപ്പണൻ്റ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് റെക്കമെൻഡ് ചെയ്തത്. ഇൻ ടൈം ഓഫ് റിസഷൻ ദ ഗവൺമെൻറ് ഷുഡ് സ്പെൻഡ് മോർ ടു ബൂസ്റ്റ് ദ എക്കണോമി. അതേസമയം
ഗവൺമെൻറ് ബൂമാകുമ്പോൾ, ബൂമെന്ന ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത്, അതായത് ചില സമയത്ത് റിസഷൻ നടക്കും, അതായത് മണി സപ്ലൈ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഗവൺമെൻറ് മോർ സ്പെൻഡിങ് നടത്തണം. അതേസമയം ബൂം ആവുന്ന സമയത്ത്, ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് സ്പെൻഡിങ് ലെസ് ആയിരിക്കണം. അതേസമയം കളക്ഷൻ കൂട്ടുകയും ചെയ്യണം, എന്നാൽ ടാക്സ് കളക്ഷൻ കൂട്ടുകയും ചെയ്യണം. സോ ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, കൗണ്ടർ സൈക്കിൾ. കൗണ്ടർ സൈക്കിൾ പോളിസി, ഫിസിക്കൽ പോളിസി. അതായത് ഇങ്ങനെ ഈ സർക്കിൾ കൂടുമ്പം അതിനനുസരിച്ച് നമ്മൾ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം, കുറയുമ്പം മറ്റൊരു മെത്തേഡ്. ഈ സർക്കിളിനെ, ഇതിനെയാണ് കൗണ്ടർ സൈക്കിൾ ഫിസിക്കൽ പോളിസി എന്ന് വിളിക്കുന്നത്. കൗണ്ടർ എന്താണ്, സൈക്കിൾ മാത്രമല്ല സൈക്ലിക്കൽ, കൗണ്ടർ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പം ഇതെന്ത് ചെയ്യുന്നു, എക്കണോമിയിൽ ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഫിസിക്കൽ പോളിസീസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം കൈനീസിൻ്റെ റൂൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൈനീസ് റൂൾസ് ഇൻ മോഡേൺ യൂസ് ഓഫ് ഫിസിക്കൽ പോളിസി എന്തൊക്കെയാണ്? കൈനീസ് മെയിൻസ് ഐഡിയാസ് വാസ് സിമ്പിൾ. എന്തായിരുന്നു? ഡ്യൂറിങ് ദ എക്കണോമിക് സ്ലോ ഡൗൺ, എക്കണോമി എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ആവുന്ന സാഹചര്യത്തിൽ, എക്കണോമിക് സ്ലോ ഡൗൺ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ റിസഷൻ സംഭവിക്കുന്നത്, നമ്മളെ മണി സപ്ലൈ കുറയുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഷുഡ് സ്പെൻഡ് മോർ ദാൻ ഇറ്റ്സ് ഏൺ. എത്രയാണോ കിട്ടുന്നതിന് അതിൽ കൂടുതൽ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം. ദാറ്റ് മീൻസ് റണ്ണിങ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ബഡ്ജറ്റ് ഡെഫിസിറ്റിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ നടക്കുക, അതായത് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് സ്പെൻഡ് ചെയ്യുന്നത്, ബഡ്ജറ്റ് ഡെഫിസിറ്റിലാണ്. പക്ഷേ ലോങ് റണ്ണിൽ നമുക്ക് എന്ത് ചെയ്യും, ബെനിഫിറ്റ് ആവും. ഓക്കെ, സോ ഡ്യൂറിങ് ദ എക്കണോമിക് ഗ്രോത്ത് ഓർ ഹൈ ഇൻഫ്ലേഷൻ, അതായത് നമ്മളെ മണി സപ്ലൈ നന്നായിട്ട് കൂടുതലാണ്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദ ഗവൺമെൻറ് ഷുഡ് സേവ് മോർ ആൻഡ് ദ ബഡ്ജറ്റ് സർപ്ലസ്. അപ്പം അങ്ങനെ ഹൈ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഗവൺമെൻറ് സേവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അതേപോലെ ഇന്ന് സർപ്ലസ് ബഡ്ജറ്റ് ആയിരിക്കണം മുന്നോട്ട് വെക്കേണ്ടത്. സോ ഇപ്പം റീസെൻ്റ് ആയിട്ട് കൂടുതൽ കൺട്രികളും റെഡ്യൂസിങ് ദ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ദ എക്കണോമി ആൻഡ് അലൗഡ് ദ മാർക്കറ്റ് ടു ഹാൻഡിൽ തിങ്സ് മോർ ഫ്രീലി. സോ ബട്ട് വെൻ ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇപ്പോൾ ഇന്നത്തെ ഇപ്പം കൂടുതൽ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ഫ്രീ ആക്കി കൊടുത്ത് ഗവൺമെൻറ് കൺട്രോൾ കുറച്ച് കൊള്ളുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു 2008 നമുക്കൊരു റിസഷൻ ഉണ്ടായി. അപ്പം അന്ന് ആ സമയത്ത് നമ്മൾ ആക്റ്റീവ് റിസപ്ഷൻ പോളിസി ആയിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ചത്. റിട്ടേൺ ടു ദ ആക്റ്റീവ് പോളിസി മീൻസ് സ്റ്റാർട്ട് ദ സ്പെൻഡിങ് ആൻഡ് മോർ ഗെയിനിങ്. ഓക്കെ, അപ്പം നമ്മൾ ഈ 2008 ഇങ്ങനെ റിസപ്ഷൻ ഉണ്ടായ സമയത്ത് നമ്മൾ ഫിസിക്കൽ പോളിസി ഒരു ആക്റ്റീവ് എന്തായിരുന്നു, ഫിസിക്കൽ പോളിസി മുന്നോട്ട് വെച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് കൺട്രോളൊക്കെ കുറച്ച് കൂടുതലും മാർക്കറ്റ് ഫ്രീ ആക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ പോളിസി എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഇത് കുറച്ച് 3-4 പോയിന്റ്സ് 5 പോയിന്റ്സ് ഉണ്ട് തോന്നുന്നു. ഒന്നാമത്തെ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. നമുക്ക് ഉള്ള റിസോഴ്സസ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യുന്ന യൂസ് ചെയ്യണം. മാർക്കറ്റ് മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് പ്രൊവൈഡ് ദ ജോബ് ടു ഓൾ. നമ്മൾ കിട്ടുന്ന നമുക്ക് അവൈലബിൾ ആയ റിസോഴ്സസിന് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. അതായത് അതിൽ വേസ്റ്റേജസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നമ്മൾ എവിടെയും നമുക്കൊരു വേസ്റ്റേജസ് ഉണ്ടാവാൻ പാടില്ല. തിളക്കത്തിൽ നമ്മളെ തയ്യൽക്കാരൻ കട്ട് ചെയ്ത് കളയുന്ന പോലെ അനാവശ്യമായിട്ട് നമ്മൾ കുറേ കട്ട് ചെയ്ത് കളയരുത്. നമ്മളെന്ത് ചെയ്യണം, ആ കിട്ടിയ റിസോഴ്സസ് വെച്ച് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ വേണം, ജോബുകൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കണം. കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് ദ മെയിൻറ്റെയിൻ ദ എക്കണോമിക് സ്റ്റെബിലിറ്റി. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ കൺട്രോൾ ചെയ്ത് ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യുക. റെഡ്യൂസിങ് ദ റൈസ് ഓഫ് പ്രൈസ് ആൻഡ് കീപ് ദ എക്കണോമിക് സ്റ്റേബിൾ. എക്കണോമിക് സ്റ്റേബിളായിട്ട് പ്രൈസിൻ്റെ പ്രൈസ് നമ്മൾ കൂടുന്നതൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എൻഷുർ ദ സ്റ്റേബിൾ എക്കണോമിക് ഗ്രോത്ത്. അതൊക്കെ സിമ്പിൾ പോയിന്റിലിടാം. ബാലൻസ്ഡ് ആക്കി എക്കണോമിക് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണം. മെയിൻറ്റെയിൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അതായത് പ്രിവെൻറ്റ് ദ ലാർജ് ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഈ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ അതേവരെ എക്സ്പോർട്ട് കുറയുക, അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയാം. അത് നമ്മൾ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം.
നമ്മൾ 1990s വന്നത് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആയിരുന്നു. മൊബിലൈസ് ദ റിസോഴ്സസ് ഫോർ ദ ഡെവലപ്മെൻറ്റിന് എന്ത് ചെയ്യുന്നു, വേണ്ട റിസോഴ്സസ് നമ്മൾ മൊബിലൈസ് ചെയ്യുന്നു. കളക്ട് ദ ഫണ്ട് ത്രൂ ദ ടാക്സസ്, ബോറോയിങ് ആൻഡ് ടു ഫിനാൻസ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്. നമ്മൾ പല ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിനും നമുക്ക് ഫിനാൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഫിനാൻസ് നമ്മൾ എന്ത് ചെയ്യണം, പല ടാക്സിലൂടെയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ കണ്ടെത്തണം. റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സ് ടു പ്രൊഡക്റ്റീവ് ആൻഡ് സോഷ്യൽ ഡിസൈറബിൾ യൂസസ്. ഓക്കെ, നമ്മൾ മോർ യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഅലോക്കേറ്റ് ചെയ്യണം. ചില ഏരിയയിൽ ചില റിസോഴ്സസ് ഉണ്ടാവും, പക്ഷേ നമുക്ക് ആ ഏരിയയിൽ യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ സാധിക്കണം. ദെൻ ആക്സലറേറ്റ് ദ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാക്കാൻ സാധിക്കണം. ഇൻക്രീസ് ദ നാഷണൽ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ് ടു ക്രിയേറ്റ് മോർ ക്യാപിറ്റൽ. നമ്മൾ പല ക്യാപിറ്റൽ ഏരിയയിലും നമുക്ക് ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. എൻകറേജ് പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യും, എൻകറേജ് ചെയ്യും. ലാസ്റ്റ് സ്ലൈഡിലാണ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാംസ് ഒക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. റെഡ്യൂസ് ദ ഇൻഇക്വാലിറ്റി ആൻഡ് പ്രൊമോട്ട് ദ സോഷ്യൽ ജസ്റ്റിസ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന പോലെ. റിമൂവ് ദ റീജിയണൽ ആൻഡ് സെക്ടറൽ ഇംബാലൻസ്. നമ്മൾ മുമ്പ് പറഞ്ഞ ചില പോയിന്റ്സിൻ്റെ ഒക്കെ റിപ്പീറ്റേഷൻ, മുമ്പ് പറഞ്ഞ വേറെ കോണ്ടെക്സ്റ്റിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. റീജിയണൽ ഡിസ്പാരിറ്റീസ് ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. മാക്സിമൈസ് ദ സോഷ്യോ എക്കണോമിക് വെൽഫെയർ. അപ്പോൾ നമ്മൾ എത്ര എണ്ണം നോക്കി, ഇനിയുണ്ടോ? ഇനിയില്ല. ഇപ്പോൾ ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എത്ര ഉണ്ട്? 12 ഉണ്ട്. കൃത്യമായിട്ട് പോയിന്റ് മാത്രം നോക്കി വെക്കുക. ഈ എക്സ്പ്ലനേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, പോയിന്റ് മാത്രം നോക്കി വെക്കാം. സോ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഫിസിക്കൽ പോളിസീസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗോളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് ഞാൻ ഫുള്ള് വായിച്ചു പോകാത്തത്. ഇനി ടൈപ്പ് ഓഫ് ഫിസിക്കൽ പോളിസി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ പോളിസി നമുക്ക് 2 ടൈപ്പാണുള്ളത്. ഒന്നെന്താണ്, എക്സ്പാൻഷൻ ഓഫ് ഫിസിക്കൽ പോളിസി. ഒന്ന് എക്സ്പാൻഷൻ ഓഫ് ഫിസിക്കൽ പോളിസിയാണ്. മറ്റൊന്നെന്താണ് കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസിയാണ്. ആദ്യം എക്സ്പാൻഷൻ നോക്കാം. എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത്, നമുക്കൊന്ന് കൂടുതൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. വെൻ ഗവൺമെൻറ് ഇൻക്രീസ് ദ സ്പെൻഡിങ് റെഡ്യൂസ് ദ ടാക്സസ്. അത്രേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന കോവിഡ് മറ്റ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് പറയുന്നത്, ഈ എക്സ്പാൻഷണറി പോളിസിയാണ്. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ദ സ്പെൻഡിങ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ടാക്സ് കളക്ട് ചെയ്യുന്നത് എന്തെങ്കിലും കുറയ്ക്കുന്നു. ജനങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. ടു ബൂസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് എസ്പെഷ്യലി ഡ്യൂറിങ് ദ റിസഷൻ ആൻഡ് എക്കണോമിക് സ്ലോ ഡൗൺ. എക്കണോമിയിലൊരു സ്ലോ ഡൗൺ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെന്ത്, എക്കണോമിയിൽ സ്പെൻഡിങ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അവരുടെ സ്പെൻഡിങ് കൂട്ടുന്നതാണ് എക്സ്പാൻഷണറി ആയിട്ടുള്ള ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. 2008 ഉണ്ടായെന്ന് പറഞ്ഞു. കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മളെടുത്ത് എക്സ്പാൻഷന് എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ പോളിസി ആയിരുന്നു. പീപ്പിൾ ഹാവ് മോർ മണി ടു സ്പെൻഡ്. ഇതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്, ഇതുകൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നു, ഹയർ പർച്ചേസിങ് പവർ ഉണ്ടാവുന്നു. ബിസിനസ്സുകാർക്ക് ഈസിയർ ആവുന്നു, അവർ ഈസി ആവുന്നു. എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നു. നാഷണൽ ഇൻകം ഇൻക്രീസ് ആവുന്നു. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്ക് ഇങ്ങനെ ബെറ്റർ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എക്സ്പാൻഷണറി ആയിട്ടുള്ള ഫിസിക്കൽ പോളിസി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി. എങ്ങനെയാണ് കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി വരുന്നത്? എന്താണ്, ഹാപ്പൻ when the government reduce the spending and increase the taxes. സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്യും, ടാക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എപ്പോഴായിരിക്കും സംഭവിക്കുക, മണി സപ്ലൈ കൂടുന്ന സമയത്തായിരിക്കും. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്താണ് മണി സപ്ലൈ കൂടുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാപ്പാടായിട്ടുണ്ടാവില്ല. ഇൻഫ്ലേഷൻ, മണി സപ്ലൈ കൂടുന്നു, കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലായി. റെഡ്യൂസ് ദ എക്സസ് ഓഫ് ഡിമാൻഡ് ഇൻ ദ എക്കണോമിയിലെ ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പം ജനങ്ങളുടെ കൈമേൽ ലെസ് എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക, ബിസിനസ്സുകാരുടെ കൈമേലും ലെസ് എമൗണ്ട് ആയിരിക്കും. മണി സപ്ലൈ കൂടുതലാണ്, അപ്പോൾ കുറയ്ക്കണം. പർച്ചേസിങ് പവർ കുറയും. ലോവർ കൺസപ്ഷൻ ആയിരിക്കും, സാധനങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറയും.
എക്കണോമിയുടെ ഗ്രോത്തിനൊന്ന് സ്ലോ ഡൗൺ ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റ് കൂടും എന്നുള്ള എഫക്റ്റുകളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. യൂസ്ഡ് ഡ്യൂരിങ് ദ ഹൈ ഇൻഫ്ലേഷൻ കൂടുമ്പോഴാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കണം. എക്സ്പാൻഷനറി നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിഫ്ലേഷൻ അല്ലെങ്കിൽ റിസെഷൻ എന്ന് പറയുന്ന ഡിപ്രഷൻ പോലുള്ള സിറ്റുവേഷനിലാണ്. ഇൻഫ്ലേഷൻ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും, കോൺട്രാക്ഷണറി എന്ന് പറയുന്ന ഫിസിക്കൽ പോളിസിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ യൂസ് ഓഫ് ഫിസിക്കൽ പോളിസി ബേസ്ഡ് ഇൻ ദ എക്കണോമിക് സിറ്റുവേഷൻ, സെൻട്രൽ ഗവൺമെൻറ് യൂസസ് എയ്തർ എക്സ്പാൻഷണറി ഓർ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി എക്സ്പാൻഡിങ് ഓൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് കൺട്രി. ഓക്കെ, ദെൻ എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ സ്ലൈഡ് റിപ്പീറ്റ് ചെയ്തു വന്നാണ്, സോറി. ഇനി ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ഇങ്ങനെ പോളിസി മോഡേൺ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ പോളിസിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റാവുന്നതാണ്. മനസ്സിലാക്കി വെക്കുക. കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിൽ പറയുന്നത് തന്നെ പഠിച്ചു പോകണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗ് നിന്നും എഴുതാൻ സാധിക്കും. ദ റോൾ ഓഫ് സ്റ്റേറ്റ് ടു റെഗുലേറ്റ് ദ എക്കണോമിക് ആക്ടിവിറ്റി എൻഷുർ ദ എക്കണോമിക് ഗ്രോത്ത് ഈസ് നൗ വൈഡ്ലി അക്സെപ്റ്റഡ്. അപ്പോൾ നിലവിൽ വൈഡ്ലി അക്സെപ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന നമ്മൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. എ കംപ്ലീറ്റ്ലി ഫ്രീ മാർക്കറ്റ് വിത്തൗട്ട് ഗവൺമെൻറ് റെഗുലേഷൻസ് നോട്ട് സ്റ്റേബിൾ ഇൻ ദ ടുഡേയ്സ് വേൾഡ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1930s മുമ്പൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ള. പക്ഷേ അതെന്തല്ല, സ്റ്റേബിൾ അല്ല എന്ന് പറയാം. ഇൻ റീസെൻറ്റ് ഡിക്കേഡ്സ് ദ ഗവൺമെൻറ് ഹാവ് ആക്റ്റീവ്ലി യൂസ് ടു വേരിയസ് ഫിസിക്കൽ ടൂൾസ് ടു പ്രൊമോട്ട് ദ എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത്. അതായത് ടാക്സും ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ടൂളുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എക്കണോമിക് സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫിസിക്കൽ പോളിസി എക്കണോമിക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ഫിസിക്കൽ സ്റ്റെബിലിറ്റി ക്രൂഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ക്രൂഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇങ്ങനത്തെ ടേമൊക്കെ യൂസ് ചെയ്യാം. ഓവറോൾ എക്കണോമിക് പോളിസിയെ ഫ്രെയിംവർക്കിൻ്റെ സൂചിപ്പിക്കുന്ന ഓവറോൾ എക്കണോമിക്, ഈ ടേമുകളൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. എക്സാമിന് ഈ ടേമുകൾ ക്രൂഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, എക്കണോമിക് പോളിസി ഓഫ് ഫ്രെയിംവർക്കാണ് എന്നുള്ളത്. രണ്ട് ഇതും. ദെൻ COVID-19 ഇറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി. ആൻഡ് COVID-19 വന്ന സമയത്ത് ഒരു ഫിസിക്കൽ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, COVID-19 നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ യൂസ് ചെയ്യണം മീൻസ് COVID-19 നിങ്ങളെ എക്സാം ആളിൽ നിർബന്ധമായിട്ടും ഈ ബഡ്ജറ്റും അല്ലെങ്കിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് ചാപ്റ്ററിലും നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് COVID-19 എന്ന് പറയുന്നത്. സോ COVID-19 പാൻഡമിക് ഹൈലൈറ്റ് ദ നീഡ് ഓഫ് സ്മാർട്ട് ആൻഡ് റെസ്പോൺസീവ് ഫിസിക്കൽ പോളിസി. ഗവൺമെൻറ് അക്രോസ് ദ വേൾഡ് ഇംപ്ലിമെൻറ്റ് ദ എക്സ്പാൻഷണറി പോളിസി. അപ്പോൾ നമ്മൾ എക്സ്പാൻഷണറി പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു സമയമായിരുന്നു എന്ത്, COVID-19 സിറ്റുവേഷൻ വന്ന സമയത്ത്. ആൻഡ് എൻകറേജ് ദ കൺസംഷൻസ് ആൻഡ് ഫോക്കസ്ഡ് സപ്പോർട്ടിങ് പ്രൊഡക്ഷൻ. എല്ലായിടത്തും സ്റ്റെക്കായി നിന്ന സമയത്ത് നമ്മൾ പലയിടത്തും പല സപ്പോർട്ടുകൾ നൽകി. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫിസിക്കൽ ഡെഫിസിറ്റും ഡിസ്കസ് ചെയ്തു, നമ്മൾ ഫിസിക്കൽ പോളിസിയും ഡിസ്കസ് ചെയ്തു. ഫിസിക്കൽ പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ പോളിസി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ഗവൺമെൻറ്റിനെ എക്കണോമി കൺട്രോൾ ചെയ്യാനുള്ളൊരു ടൂളാണ്. ഓക്കെ, ബഡ്ജറ്റും എത്ര ബോറോ ചെയ്യണം, എത്ര സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഫിസിക്കൽ പോളിസി വെച്ചിട്ടാണ്. ഓക്കെ, സോ എക്സ്പാൻഷണറിയും കോൺട്രാക്ഷണറി ഒക്കെ രണ്ടും പഠിച്ചു വെക്കുക. സോ ഓൾ ഓഫ് യു താങ്ക് യു. നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ട്സും കാര്യങ്ങളും നമുക്ക് പിന്നീട് ക്ലിയർ ചെയ്യാം. സോ ഓൾ ഓഫ് യു താങ്ക് യു.